കുഞ്ഞിച്ചു മിനാസാൻ നാനമിഷിന്റെ എപ്പിസോഡ് 22 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നാനമിഷിന്റെ 22ാമത്തെ എപ്പിസോഡായി. സോ ഇത്ര നാൾ നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്, ഇയോൺ ചിയോൺ അല്ലാതെ താഴെ കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കണ്ട. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെന്തെങ്കിലും ചാപ്റ്ററിലേക്ക് കിടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് വാങ്ങി ചോദിക്കുന്നുണ്ട്, ആരുടെ ഇവിടെ അനാവശ്യമായിട്ട് വന്നത്? നിനക്കൊക്കെ എത്ര ധൈര്യമായിട്ടാണ് ഞങ്ങൾ ആംബുഷ് ചെയ്തിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഞാൻ നെളിഞ്ഞിരിക്കുന്നത്? ഡാ ഒന്ന് വെയിറ്റ് ചെയ്യ്, അവരല്ല നമ്മൾ ആംബുഷ് ചെയ്തത്. അതെന്തെങ്കിലും ആട്ടെ, ബേക്ക് ചെയ്യ്. ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് നീ ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നിനക്കിപ്പോൾ എന്തായാലും ഒരു ബാഡ്ജ് ഇല്ല, സോ നിനക്ക് വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല. നിന്റെ ഹെൽപ്പിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, പക്ഷേ എന്റെ മൈൻഡ് എന്തായാലും ചേഞ്ച് ആവുമെന്ന് തോന്നുന്നില്ല. കുഴപ്പമില്ല, സമയമുണ്ട്, നിനക്ക് ചിന്തിക്കാൻ ആവശ്യത്തിന് സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് യൂച്ചാനും ബാക്കിയുള്ളവരും അവിടുന്ന് പോവുകയും ചെയ്യും. പെട്ടെന്ന് വാങ്ങ താഴത്തേക്ക് വീഴുകയും ചെയ്യും. കോപ്പക്ക, അല്ല നിന്റെ വൂണ്ട് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, അധികം ഡീപ്പൊന്നുമല്ല. പക്ഷേ എന്നോട് ക്ഷമിക്കണം, ആ ഒരു ബാഡ്ജ് എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു. ഓജോ, നീ ശരിക്കും കഷ്ടപ്പെട്ടല്ലാടെ ഈ ബാഡ്ജ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അവർ നീ ഒട്ടും വെറുതെ വിടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹിയോബോങ്ങടെ അവിടെ നിന്ന് ഉച്ചത്തി നിലവിളിക്കുന്നുണ്ട്. ബേക്ജി, ഇവിടെ എന്താണ് സംഭവിച്ചത്? പിന്നെ കാണിക്കുന്നത് ഒജോങ്ങട്ടെ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതാണ്. പക്ഷെ പെട്ടെന്നാണ് അവനൊരു സ്ഥലത്ത് തട്ടി നേരെ താഴത്തേക്ക് വീഴുന്നത്. അവരുടെ ഉരുണ്ട് അവിടെ വീഴാൻ നേരത്ത് പെട്ടെന്ന് അവന്മാർ വന്ന് അവൻ്റെ കയ്യിലും കാലിലൊക്കെ കയറി പിടിക്കുകയും ചെയ്യും. ഹിയോബോങ്ങിന്റെ കയ്യിൽ നിന്ന് ആ ബാഡ്ജ് കിട്ടിയതിന് ശേഷം അവൻ ഓടാൻ നോക്കി. പക്ഷേ ബാക്കിയുള്ള 20 പേരും അവനെ പിടിച്ചു. അവർ 20 പേരും മാറി മാറി അവനെ ഉപദ്രവിച്ചു. അവനെ മാക്സിമം നോക്കി. പക്ഷേ അവസാനം ഇതേ സമയത്ത് ഞാൻ ഇൽമിയോങ്ങോട്ട് ഫൈലായിരുന്നു. സത്യം പറഞ്ഞാൽ അവനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവനും അസൻ്റെ മാസ് ലെവലാണ്. എനിക്ക് അവനുമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നായിരുന്നു അവനെ ബാക്കിൽ നിന്ന് 2-3 പേര് അറ്റാക്ക് ചെയ്തത്. ഈ സമയത്ത് അവൻ്റെ കാല് മുറിഞ്ഞ് അവൻ താഴത്തേക്ക് വീഴുകയും ചെയ്തു. നിന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പെട്ടെന്ന് അവിടേക്ക് സ്റ്റുഡൻറ് 5 വരികയുണ്ടായി. എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഇൻട്രപ്റ്റ് ചെയ്യുവാണെന്നറിയാം. പക്ഷെ അവനെ ഞാൻ കുറച്ച് നാളായിട്ട് നോക്കി വെച്ചിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അവനെ നീ വിട്ടേക്ക്. നിനക്കല്ലെങ്കിലും മറ്റുള്ളവരുടെ ബിസിനസ്സിൽ കയറാൻ ഭയങ്കര ഇതാണല്ല, നീ രണ്ടാത്തോട്ടാണെന്ന് ആലോചിച്ചോണോ? അങ്ങനെയാണോ? എങ്കിൽ നമ്മളുണ്ട്. പെട്ടെന്ന് അവൻ മുന്നിലേക്ക് വന്ന് അവിടെ നിന്ന് കുറേ പേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇൽമിയുടെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയും ചെയ്യും. നിന്റെ കൂടെയുള്ളവരൊക്കെ എനിക്കൊരു സാൻഡ് ബാഗ് പോലെയാണ്. അവരെ കൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സോ എന്തേ ഈ ഫൈറ്റ് ഇനിയും നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകണോ? കോപ്പെന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് റിട്രീറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. യു ചാൻ ചിയോൺ, ഞാൻ നിന്റെ കടത്തിലാണുള്ളത്. കണ്ടിട്ട് നിന്റെ ബാഡ്ജ് പോയതുപോലെ ഉണ്ടല്ലോ. എന്തായാലും അടുത്തൊരു ബാഡ്ജ് കിട്ടുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന് നിനക്കറിയാലോ. നിനക്ക് എൻ്റെ സബോർഡിനേറ്റ് ആകാവുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ ഓഫർ റിജക്ട് ചെയ്തു. ആ സമയത്താണ് നിങ്ങൾ അവിടേക്ക് വന്നത്. സ്റ്റുഡൻറ് 5 നിന്നെ റിക്രൂട്ട് ചെയ്യണമായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു മൈനർ പ്രസിഡന്റിന്റെ കാര്യത്തിന് വേണ്ടിയായിരിക്കും. പക്ഷേ അതല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ എല്ലാ ഓപ്ഷൻസും പോയിരിക്കുവാണ്. ഇനി ബാഡ്ജും ഇല്ല, ഒരു കോപ്പും ഇല്ല. അല്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 പിള്ളേരെ പിടിച്ചുകൊണ്ട് പേടിപ്പിച്ച പോലെ സംഭവം കയ്യിലേക്ക് കിട്ടുമല്ലോ. അതെന്തായാലും കൊണ്ട് ഉപകാരമില്ല. നമുക്ക് ബാക്കിയുള്ളവരെ റിക്രൂട്ട് ചെയ്യണം. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ലോർഡ് ഇയോന് ഹെൽപ്പ് ചെയ്യത്തില്ല. അതും ശരിയാണ്. അല്ല, നമ്മൾ പിന്നെ എന്ത് ചെയ്യും? സത്യം പറഞ്ഞാൽ ഇനി ഒരു ഓപ്ഷനുണ്ട്. നീ പറയുന്നത് പ്രൊഫസർ ഹോയിനെ പറ്റിയാണോ? പക്ഷേ നിനക്കറിയാലോ അവസാനം എൻ്റെ അവസ്ഥ എന്തായിരുന്നെന്ന്. അത് നിയർലി ഇമ്പോസിബിൾ ആണ്. അതും ശരിയാണ്. ഈവൻ മൈനർ പ്രീസിഡന്റുള്ള എല്ലാവരും തന്നെ അതിനെ ഇഗ്നോർ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ എങ്കിലും എനിക്ക് ലോർഡ് ഇയോനെ ശരിക്കും വിശ്വാസമുണ്ട്. അവനും പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, എനിക്കിവിടെ മറ്റു ചാൻസ് ഒന്നുമില്ല. അദ്ദേഹത്തിനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തുമില്ല. അതേസമയം ഹിയോബോങ് പറയും ചെയ്യും, അതെന്തെങ്കിലും ആട്ടെ, ഞാനിതെല്ലാം ഒജോങ്ങിനെ ഇൻഫോർമലിലേക്ക് കൊണ്ടുപോകുവാണ്. അല്ലടാ, ഞാനും വരാം. കുഴപ്പമില്ല. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. വാങ്, നീ പറഞ്ഞത് ശരിയാണ്. ലോർഡ് ഇയോനെ നമ്മളെല്ലാവരും വിശ്വസിക്കണം. പക്ഷേ അത് മാത്രം പോരാ. അദ്ദേഹം അവിടുന്ന് പുറത്തിറങ്ങാൻ നേരത്ത് നമ്മളെ കാണത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ കൂടെ. സോ നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമ്മൾ മാക്സിമം ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്കറിയാം ഇവിടെ മറ്റു ഓപ്ഷൻസ് ഒന്നും ഇല്ലെന്ന്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് ബാക്കിയുള്ള റിക്രൂട്ടൊക്കെ ചെയ്യാൻ നോക്കാമല്ലോ. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനെങ്കിൽ സാധിക്കത്തുള്ളൂ. അദ്ദേഹം വരാൻ നേരത്ത് അദ്ദേഹത്തിനും എന്തെങ്കിലും നമ്മൾ കരുതി വെക്കണ്ടേ? ഈ സമയത്ത് വാങ്ങും കംപ്ലീറ്റ്ലി ഒരു സീരിയസ് മോഡിലേക്ക് മാറി. അല്ല കോപ്പ്, ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ? പക്ഷെ പെട്ടെന്നാണ് അവൻ പൊട്ടിച്ചിരിക്കാനായിട്ട് തുടങ്ങിയത്. ശരിയാണ്, നീ പറഞ്ഞത് ആബ്സല്യൂട്ട്ലി ശരി തന്നെയാണ്. ലോർഡ് ഇയോൺ തിരിച്ചു ചേർത്ത് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കണമല്ലോ. ഹിയോബോങ്, നീ ശരിക്കും അടിപൊളി തന്നെയാണ്. വെറുതെ അല്ല നീ നമ്മുടെ ലോർഡിന്റെ ഫസ്റ്റ് ഫോളോവർ ആയത്. അതുകൊണ്ട് അവരെല്ലാവരും മുന്നിലേക്ക് നടക്കുകയും ചെയ്യും. അങ്ങനെ സമയം കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ 8 മണിയായിട്ടുണ്ട്. 2 പ്രൊഫസേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് ഒരാൾ നമ്മുടെ ഇയോംബോങ് ആയിരുന്നു. അങ്ങനെ അവന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇയോന്റെ റിലീസ് ഡേറ്റ് ആണെന്ന്, തൽക്കാലം അത് തുറന്നേക്ക്. അങ്ങനെ അത് അവർ തുറക്കുകയും ചെയ്യും. ഈ സമയത്ത് അവൻ പറയും ചെയ്യും, സ്റ്റുഡൻറ് 7 നിന്റെ പണിഷ്മെന്റ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇയോനോട്ടെ കംപ്ലീറ്റ്ലി മെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു.
പിന്നെ കാണിക്കുന്നത് പ്രൊഫസേഴ്സ് എല്ലാവരും ഒന്ന് ഞെട്ടിയതാണ്. കാര്യം ഇയോനട്ടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല, അവൻ്റെ ബോഡിയൊക്കെ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് പ്രൊഫസർ ഇംബ്യോങ് പറയുകയും ചെയ്യും, അവൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമല്ല, അവൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയതുപോലെ ഉണ്ട്. ഈവൻ 5 ദിവസം ഒരു കേവിൽ കിടന്ന ഒരാളെ പോലെ തോന്നുന്നു പോലും ഇല്ല. അല്ല, നിന്റെ ഷർട്ടിനെ പറ്റി? ആ അതോ, ഇതാണ് അവസ്ഥയെന്ന് പറഞ്ഞു. ഓ, ഇത് സാധനമാണ്. പെട്ടെന്ന് തന്നെ അവനടുത്ത് വലിച്ച് ദൂരത്തേക്ക് എറിയും ചെയ്യും. നീ എന്തായാലും അതിനിടണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊഫസറുടെ അകത്തേക്ക് കയറി അത് ഫുള്ള് നോക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഭാഗ്യം കണ്ടെത്തില്ല. ഞാൻ ആ ഹോൾസ് കംപ്ലീറ്റ്ലി അവിടെ വന്ന സ്റ്റോൺസ് കൊണ്ട് മറച്ചിരുന്നു. അല്ല, ഇനി എത്ര പാർട്സ് ആണ് ബാക്കിയായിട്ടുള്ളത്? അപ്പൊ അവൻ്റെ ഹോപ്പ് വിട്ടിട്ടില്ല, ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പോ ഞാൻ വിചാരിക്കുന്ന ആളുടെ കയ്യിൽ തന്നെ ആയിരിക്കും അത്. അപ്പൊ നിനക്കറിയാം. പക്ഷെ നിനക്കറിയാലോ, അത് മാത്രമല്ല ഇവിടെ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ശരിയാണ്, എനിക്ക് ബാക്കിയുള്ള പിള്ളേരുടെ ഇത് മേടിക്കാനായിട്ട് സാധിക്കും. അല്ല പ്രൊഫസർ, എന്തുപറ്റി? എനിക്ക് പ്രൊഫസർ ഹോയിനെ കണ്ടാക്കൊള്ളാന്നുണ്ട്. എന്ത്? എടാ, നിനക്ക് വല്ല വട്ടായോ? നീ തമാശ പറയുന്നില്ലല്ലോ. നിനക്കറിയാലോ നിന്റെ ഗോൾ കംപ്ലീറ്റ്ലി റെക്ലെസ് ആയുള്ള കാര്യമാണെന്ന്. അത് മാത്രമല്ല, നീ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നതായിരിക്കും ബെറ്റർ. നിന്റെ ഡിസിഷനൊക്കെ നീ എടുക്കുന്നത് കുറച്ചൊന്ന് ആലോചിച്ചിട്ട് വേണം. താങ്കളുടെ അഡ്വൈസിന് റിയലി താങ്ക്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഓൾറെഡി പകുതിയോളം അവിടെ എത്തിയിട്ടുണ്ട്. എനിക്കത് ബാക്കിയുടെ അവിടെ എത്താനുള്ളതാണ്. സോ തൽക്കാലത്തേക്ക് ഈ ഒരു ചാൻസ് എനിക്ക് വേണം. 5 ദിവസം അതിനകത്ത് പെട്ടുകിടന്നപ്പോൾ ഞാൻ ഓർത്തത് ഇവൻ മാറി കാണുമെന്നാണ്. പക്ഷേ ഇവിടെ ഒരു മാറ്റമില്ല. ഇവൻ കംപ്ലീറ്റ്ലി റെക്ലെസ് തന്നെയാണ്. പകുതി എത്തിയെന്നോ? എടാ പ്രൊഫസർ ഹോ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അത് റിയലി റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ. വേണ്ടടാ, അവൻ ഓൾറെഡി അവൻ്റെ മൈൻഡ് മെയ്ഡപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തായാലും മറ്റു ചോയ്സ് ഒന്നുമില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഇഞ്ചേർഡ് ആകാതെ മാക്സിമം നോക്കണം. ഇഞ്ചേർഡ് ആയാൽ ചിലപ്പോൾ നീ മരിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ആ നേരെ ബോച്ചിട്ട് പറയും ചെയ്യും, പ്രൊഫസേഴ്സ് റിയലി താങ്ക്സ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹിയോബോങ്ങിനെയാണ്. അത് കൊള്ളാം, നീ പറയുന്നത് സ്റ്റുഡൻറ് 7 ഫോളോവർ ആണെന്നാണ്. നിനക്കൊല്ല വട്ടാണ്. എനിക്കൊന്നും വേണമെന്ന് പറഞ്ഞു അവനെ തട്ടിയിട്ട് പോവുകയും ചെയ്യും. കോപ്പ് ഇപ്പോൾ തന്നെ 4ാമത്തെ ആളാണ് എന്നെ ഇന്ന് റിജക്ട് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും? എന്തായാലും സെർച്ച് ചെയ്തിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അവൻ മുന്നിലേക്ക് പോയപ്പോഴാണ് അവിടെ ആ ഒരു തിരക്ക് കണ്ടത്. അല്ല, അവിടെ എന്താണ്? ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? പക്ഷേ പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടിപ്പോയത്. മൈലോഡ്, താങ്കളോ? എടി, ഇവനുവല്ല വട്ടാണ്. ഇവൻ അദ്ദേഹത്തിനല്ല ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റുഡൻസ് അവൻ്റെ പണിഷ്മെന്റിന് കഴിഞ്ഞുള്ളൂ. അതിനിടക്ക് തന്നെ ശരിക്കും വട്ട് തന്നെയാണ്. എടി നോക്കി, അദ്ദേഹം വന്നിരിക്കുന്നു. പ്രൊഫസർ ഹോ വന്നിരിക്കുന്നു. സ്റ്റുഡൻറ് 7, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. നീയായിട്ടൊന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പ്രൊഫസർ, എൻ്റെ ഗ്രീറ്റിംഗ്സ് ഞാൻ നേരുന്നു. നിന്റെ ഡിറ്റൻഷൻ ഇപ്പോഴാണ് കഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. നിനക്ക് എന്ത് തരത്തിലുള്ള ഫൈറ്റാണ് വേണ്ടത്? വുഡൻ ഫൈറ്റ്സ് ആണോ അതോ ഫിസ് ഫൈറ്റ് ആണോ? ഞാൻ ഫിസ് ഫൈറ്റ്സിൽ ഓക്കെ ആണ്. എങ്കിലൊക്കെ നമുക്ക് തുടങ്ങിയാലോ? ഇതേ സമയത്ത് ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നിന്ന് ചിയർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹിയോബോങ് കംപ്ലീറ്റ്ലി ടെൻസ്ഡ് ആയിരുന്നു. പ്രൊഫസർ ഹോയാട്ടെ പുള്ളിക്കാരൻ്റെ പൊസിഷനിലേക്ക് നൈസി ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇയോൻ പറയുകയും ചെയ്യും, കഴിഞ്ഞ 4 ദിവസം എൻ്റെ സമയം കുറേയധികം കളഞ്ഞിരിക്കുന്നു. ഇനി ഏതൊക്കെ സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴായിരിക്കും. നീ എന്തായാലും വന്നോളൂ. ഫസ്റ്റ് അറ്റാക്ക് ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. ഡിമോഡ് കളിറ്റിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പവർ സ്ട്രെങ്ത് തന്നെയാണ്. സോ എൻ്റെ സ്കിൽസ് ഞാനിവിടെ പ്രൂവ് ചെയ്യണം. പ്രൊഫസർ, ഈ മാച്ചിലൂടെ ഞാൻ ഒത്തിരിയധികം കാര്യങ്ങൾ പഠിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അടുത്ത സെക്കൻഡ് ഇയോങ്ങോട്ടെ പ്രൊഫസർ ഹോവിൻ്റെ നേരെ പാഞ്ഞെടുത്താണ്. ഇവൻ ശരിക്കും ഫാസ്റ്റാണ്. പക്ഷേ എനിക്ക് നിന്റെ സിംഗിളായുള്ള സേബർ ടെക്നിക്ക് കാണാൻ പറ്റുന്നു പറഞ്ഞിട്ട് പ്രൊഫസറുടെ ഒരു കൗണ്ടർ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയോണോട്ടെ അത് ശ്രദ്ധിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് കൗണ്ടർ ചെയ്തുകൊണ്ട് അവൻ്റെ അറ്റാക്ക് കംപ്ലീറ്റ്ലി ഡിഫ്ലക്റ്റ് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അവൻ ചെയ്തത് ഒരു സേവർ അറ്റാക്ക് അല്ല, പകരം സോഡ് മൂവ്മെന്റ് ആണ്. അടുത്ത സെക്കൻഡ് തന്നെ ഇയോട്ടെ വീണ്ടും അവനെ ബാക്കിലേക്ക് പുഷ് ചെയ്യും. അവരുടെ കട്ടക്ക് തന്നെ പിടിച്ച് നിൽക്കുന്നുകൊണ്ട് ഒരൊറ്റ ഫോം യൂസ് ചെയ്തുകൊണ്ട് അവൻ 5 സോഡ് ടെക്നിക്കാണ് ഇപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവൻ്റെ റിഫ്ലക്സ് അത് കംപ്ലീറ്റ്ലി അൺനാച്ചുറലാണ്. പെർഫെക്റ്റ്, നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. നീ എന്തായാലും ഒരു സോഡ് ടെക്നിക്കല്ലേ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എന്തായാലും എനിക്കൊട്ട് നിസാരമായിട്ട് നിന്നെ കാണാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് പുള്ളിക്കാരൻ 7 ഡീമൺ സോഡ് ടെക്നിക്കിന്റെ ഒരു 4 കോഡിഫൈങ് ടെക്നിക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഇങ്ങോട്ടെ അവൻ റീസെന്റ് പഠിച്ച സോഡ ഡീമോണിക് ലോഡ് ടെക്നിക്ക് അങ്ങോട്ട് ചെയ്യും. അതായിട്ട് നല്ല കട്ടക്ക് തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അവരുടെ ഫൈറ്റ് എന്ന് പറഞ്ഞത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നില്ലാത്ത രീതിയിലായിരുന്നു. കട്ടക്ക് തന്നെ. ഇതെല്ലാം കാണുന്ന പ്രൊഫസർ ഹോ ശരിക്കും ഞെട്ട് തിരിച്ചിരിക്കുവാണ്. അല്ല, ഈ ഒരു സോഡ് ടെക്നിക്ക് അത് മാത്രമല്ല, ഇതെനിക്ക് എന്തായാലും മേർലി ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എൻ്റെ ഡിഫെൻസീവ് എനർജി ഞാൻ കൂട്ടണമെന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ പ്രൊഫസർ ഹോന്റെ ശരീരത്തിൽ അവൻ്റെ അറ്റാക്സ് വന്ന് വീണിരുന്നു. പിന്നെ കാണുന്നത് ഇയോന്റെ അറ്റാക്ക് കാരണം അദ്ദേഹം തീർച്ച് മുകളിലേക്ക് പോകുന്നതാണ്. ഇത് ശരിക്കും അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. പക്ഷേ പ്രൊഫസർ ഹോ താഴ്ത്തുമില്ല. അദ്ദേഹം ക്ലിയർലി അവിടെ ഒന്ന് ലാൻഡ് ആയിട്ടുണ്ട്. സ്റ്റിമുലേഷൻ വീഡിയോയിൽ കണ്ട പോലെ തന്നെ
സെവൻ സോട്ട് ടെക്നിക് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് കൗണ്ടർ ടെക്നിക് തന്നെയാണ്. ഇതേ സമയം പ്രൊഫസർ ഹോന്റെ ഈഗോ ശരിക്കും ഹേർട്ടായിരുന്നു. അവനെ പതുക്കെ ഉയർത്തെഴുന്നേക്കുകയും ചെയ്യും. ഈ സമയത്ത് ഇയാൾ പറയും ചെയ്യും, പ്രൊഫസർ ഹോന്റെ ശരീരത്തിൽ ഇനി ഇത്രയധികം എനർജി ബാക്കിയുണ്ടോ? ഞാൻ എൻ്റെ ഇന്റർണൽ 10 സ്റ്റാർ പവർ യൂസ് ചെയ്തിട്ടാണ് എന്നെ ഇത്രയധികം പുഷ് ബാക്ക് ചെയ്തത്. അവൻ്റെ കയ്യിൽ ഒരു റിയൽ സോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ശരീരം എനിക്ക് എന്തായാലും എൻ്റെ അൾട്ടിമേറ്റിക്കുള്ള ടെക്നിക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഇവനെ വെറുതെ വിടാനും ഞാൻ ഇനി ആലോചിക്കുന്നില്ല. ഇയോൺ ചിയോൺ ഇതെന്തായാലും ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു മാച്ചാണ്. എൻ്റെ ഫുൾ പവർ നീ എന്നെ ഇടിപ്പിക്കില്ല എന്ന് പറഞ്ഞു അവനാട്ടെ അവൻ്റെ എനർജി അങ്ങോട്ട് റിലീസ് ചെയ്യുന്ന അടുത്ത സെക്കൻഡ് അത് മുഴുവൻ അവിടെ തകർന്നു പോകുന്നുണ്ട്. അല്ല അതേ ഇപ്പൊ യൂസ് ചെയ്ത് സോഡ് എനർജി അല്ലേ? ഈ സമയത്ത് പ്രൊഫസർ ഹോയുടെ കംപ്ലീറ്റ്ലി സീരിയസ് ആയിട്ട് നിപ്പോണ്ട്. അദ്ദേഹം ട്രാൻസ്ജെൻഡർ മാസ്റ്റർ ലെവലാണുള്ളത്. ഇതൊട്ടും നിസ്സാരമല്ല ഒരു ബാറ്റിൽ ആയിരിക്കുമെന്ന് ഇനി എനിക്ക് തോന്നുന്നില്ല. ഈ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും, അപ്പൊ എങ്ങനെയാ ഇനി യഥാർത്ഥ മാച്ച് തുടങ്ങാലെന്ന് പറഞ്ഞപ്പോ പെട്ടെന്നാണ് അവനൊരു കാര്യം മനസ്സിലാക്കി വന്നത്. പക്ഷേ അടുത്ത സെക്കൻഡ് തന്നെ അവൻ എനർജിയൊക്കെ അവൻ നേരെ വിഡ്രോ ചെയ്യും. അവന്റെ കൈയാട്ടെ അവൻ ലൂസ് ചെയ്യുന്നുണ്ട്. അല്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തിന്റെ എനർജി അദ്ദേഹം പുൾ ബാക്ക്. ഇയോൺ ചിയോൺ ഞാൻ കംപ്ലീറ്റ്ലി സർപ്രൈസ്ഡ് ആണ്. നീ ശരിക്കും ഒരു പ്രൈമുള്ള എക്സാമ്പിൾ തന്നെയാണ് കോൺസ്റ്റന്റ് ആയിട്ട് ഒരാൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ. ആര് കണ്ടു ഞാനിപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഭാവിയിലെ ഒരു ലെജൻഡറി മോൺസ്റ്റർ ആയിട്ടായിരിക്കും. നീ എന്തായാലും ബാക്കിയുള്ളവരെ പോലെയല്ലെന്ന് പറഞ്ഞിട്ട് നടന്നു ചെന്ന് അവൻ്റെ കയ്യിലേക്ക് ആ ഒരു യെല്ലോ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ ഇയോൺ ചിയോന്റെ മുമ്പിൽ ഇന്നിവിടെ തോറ്റിരിക്കുന്നു. നീ എന്തായാലും ഒരു ഗ്രൂപ്പ് ലീഡർ ആകുന്നതിൽ കൂടുതൽ അധികം ക്വാളിഫൈഡ് ആണ്. ഇത് കാണാറ് അവന് ശരിക്കും സന്തോഷമായി. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അവൻ ബോച്ചിട്ട് പറയും ചെയ്യും, പ്രൊഫസർ റിയലി താങ്ക്സ്. ഈ സമയത്ത് തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാര്യം ഇയോണോട്ടിലെ പ്രൊഫസർ ഹോയിനെ കംപ്ലീറ്റ്ലി ഡിഫീറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നതും.